back to my channel Solo Next Solo Beginning. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക പുതിയതായിട്ട് വന്നവരാണെങ്കിൽ. ഇപ്പം നമ്മൾ ഇന്ന് ഒരു ട്രിപ്പാണ്, അല്ലാണ്ട് നമ്മളെ ഇന്ന് വേറെ ആരും വിളിച്ച ട്രിപ്പൊന്നുമല്ല. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ബസ്സിലാണ് ട്രിപ്പ് പോണത്. ഇടുക്കി ആണ്. ഇപ്പം ബസ് ഞാൻ ഏതാണെന്ന് കാണിക്കാം. നമ്മുടെ കൊമ്പൻ്റെ യോദ്ധാവാണിത്. ഇതാണ് ഇന്ന് നമ്മൾ ട്രിപ്പിന് കൊണ്ടുപോകണം വണ്ടി. ഇതാണ് നമ്മുടെ വണ്ടി. കൊള്ളാലോ. ഓക്കെ, കൊള്ളാലോ, നല്ല വണ്ടി. ബലൂണൊക്കെ എടുത്ത് മാറ്റണം നമുക്ക്. അല്ല, എടുത്ത് മാറ്റി, ഒരു സെക്കൻഡിൽ എടുത്ത് മാറ്റി. അപ്പം നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ എന്നത്തെയും പോലെ ഇടുക്കിക്കല്ലാണ് പോണത്. അല്ലാണ് പോണതോ ആണ് പോണത്. അപ്പം നമ്മളിന്ന് വെറൈറ്റി വഴിയൊക്കെയാണ് പോണേ. നമുക്ക് ഗ്രീൻ സിഗ്നലൊക്കെ കൊമ്പം വന്നപ്പോൾ ഗ്രീൻ സിഗ്നലായി ാണ്. നമ്മുടെയൊക്കെ വണ്ടി ഉണ്ടാകും, ലോകത്തിലെ ഫേമസ് വണ്ടിയാണ്. അതുകൊണ്ട് ഗ്രീൻ സിഗ്നലായി, അവിടെ റെഡായിരുന്നു. അത്രേ ഉള്ളൂ. നമ്മുടെ KSRTC ഒക്കെ ഓടിക്കുമ്പം വേറെ ഏത് വണ്ടി ഓടിച്ചാലും ആ സിഗ്നൽ അതേപോലെ നിൽക്കും. പക്ഷെ കൊമ്പൻ ഓടിക്കുന്നതുകൊണ്ട് അത് കുഴപ്പമില്ലാണ്ടായി. ഓക്കെ, കുഴപ്പമില്ല. ഇവിടെ അടി തട്ടി വണ്ടിയുടെ ഹൈറ്റൊക്കെ കുറച്ച് ഹൈറ്റ് ഇല്ല വണ്ടിക്ക്. സാധാരണ വണ്ടീനേക്കാളും കുറച്ചും കൂടെ ഹൈറ്റ് കുറവാണ്. മാറാ കൊച്ചേ, ഞാൻ പോട്ടേടാ, ഞാൻ കൊമ്പനാടാ. നമ്മളെ നല്ല സ്പീഡിലാണ് പോണേ. യോദ്ധാവ് നല്ല സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നല്ല രസമാണ്. നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം 1S ജയഗുരു കൊണ്ടുവരണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. എന്നുവെച്ചാൽ അല്ലാണ്ട് ഞാൻ ആ വണ്ടിയുടെ സ്കിന്നൊന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല, അതിൻ്റെ മോഡ്സ്. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ചെയ്യുകയാണെങ്കിൽ നമ്മളപ്പം ആ ദിവസം തന്നെ വണ്ടി കൊണ്ടുവരും, ഓടിക്കും, വീഡിയോ ഇടും ആ പറഞ്ഞവർക്ക് വേണ്ടി. അത് നാളെ അല്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ചിലപ്പോൾ ഇടാൻ നോക്കാം. എന്നാ വെച്ചാൽ ഞാൻ രാത്രി ഇപ്പോൾ 9 മണിക്ക് എങ്ങാണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. സത്യം. ഇത് കണ്ടോ ടൈം 42 ചാർജ്. എൻ്റെ പൊന്നെ, മഴ പെയ്യുന്നു. ഡ്രിഫ്റ്റ് അടിച്ചോ നമ്മുടെ വണ്ടിയുടെ മുന്നിൽ? ഇത് കൊമ്പം വരുന്ന കണ്ടിട്ട് ഇവിടെ ഉള്ളവർക്ക് മനസ്സിലായില്ല. യൂട്യൂബിലെ പിള്ളേർക്ക് മാത്രം അറിയാവുള്ളൂ. ഇവിടുന്ന് വലിയ ഇറക്കണ്ട്. വണ്ടിയുടെ അടി ഇവിടെ തട്ടാൻ ചാൻസ് ഉണ്ട്, നല്ല ചാൻസ് ഉണ്ട്. ചെരിച്ചെടുക്കണം അടുത്ത്. ഓക്കെ, മാറി സെറ്റാ. നമ്മൾ പൊക്കോട്ടെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ വഴി വന്നായിരുന്നു, പക്ഷെ ഇടുക്കിക്ക് പോകാൻ നല്ലായിരുന്നു. ഒരു ലോറി അങ്ങ് എടുത്തോണ്ട് വന്നു. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ഇങ്ങോട്ട് ഏതെങ്കിലും വണ്ടിയൊക്കെ വെച്ച് ട്രിപ്പ് വരുന്നു. അതാണ് അതായത് നമ്മളെ വണ്ടിയുടെ കൂട്ട് കളറും അങ്ങനത്തെ ഡിസൈനൊക്കെ കൊടുത്തിട്ട് എൻ്റെ കുഞ്ഞി കൊമ്പൻ്റെ യോദ്ധാവിൻ്റെ കോപ്പിക്ക് ഇത് കറക്റ്റ് കോപ്പി ചെയ്ത് കുറേ വണ്ടി ഇറങ്ങിയിട്ടുണ്ടല്ലോ. കൊമ്പന്മാർ കളിക്കാം. വേണ്ട നല്ലവർ.
നമ്മുടെ ഫാൻസ് ആയിരിക്കും ഫാൻസ്. പക്ഷെ അവര് നമ്മളെ കണ്ടിട്ട് ലൈറ്റ് ഒന്നും അടിച്ച് കാണിച്ചിട്ടില്ല, ചുമ്മാ അങ്ങ് പോയി. ഇതേ അടുത്ത വണ്ടി. ഓ ഇതല്ല. ഇതിവിടെ പോസ്റ്റ് ആരോടെ കൊണ്ടുവച്ചേ? ഈ വളവില് കൊണ്ടുവന്ന് പോസ്റ്റ് വെച്ചേക്കുന്നു. അതും അമ്മാതിരി കൊടും വളയില്. അല്ല വളയിലോ വളവില്. ഓ അവിടെ നിന്ന് ലോറി വന്നുണ്ട്. നല്ല പണിയായിരിക്കും അത്. ഇവിടെ നിന്ന് തിരിക്കാൻ നല്ല പണിയാണ്. അത് പോട്ടെ, എന്നിട്ട് നമുക്ക് പോകാം. നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് ഇടിച്ചേനും, പക്ഷെ ഇടിച്ചില്ല. ഞാനിപ്പോ ആക്സിലേറ്റർ കൊടുക്കുന്നില്ല, ഇറക്കാണ്. കുറച്ച് സ്പീഡ് വേണം രണ്ടു പോകാനൊക്കെ. വണ്ടി ആമ ഇഴയുന്ന പോലെ ഇറങ്ങട്ടോ, ഒരു കാര്യമില്ല. ഓക്കെ, ഇനി തിരിച്ചു. ഇവിടെ കയറ്റം വന്നുണ്ട്, ആക്സിലേറ്റർ കൊടുക്കണ്ട, അങ്ങനെ പോയാൽ മതിക്കണ്ട. സ്പീഡിൽ വന്നുകൊണ്ടുള്ള ഗുണം കണ്ടതാണ്. ഇനി ഇവിടെ നിന്ന് ഒരു ഇറക്കം പോലെയാണ്, അതുകൊണ്ട് വണ്ടി തന്നെ കഴിക്കോളൂ. നമുക്ക് വണ്ടിയുടെ പെട്രോൾ കണ്ടോ ഗൈസ്? ഡീസൽ കണ്ടോ? പെട്രോൾ അല്ല, ഡീസൽ 5 ലിറ്റർ, ഒരു തുള്ളിയേ ഉള്ളൂ. ഇതെങ്ങാനും കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കിടക്കൂല. നമുക്ക് വേറെ വണ്ടി വിളിച്ചാണെങ്കിൽ പിന്നെ പെട്രോൾ അടിപ്പിക്കാം. മറ്റേ കുറച്ച് വണ്ടിക്കില്ല ടാങ്കർ, അത് വിളിച്ചാണെങ്കിൽ അടിപ്പിക്കാം പെട്രോള്, കുഴപ്പമില്ല. അപ്പം ആ കാര്യം ഓക്കെ. നമുക്ക് അതെ, മെയിൻ റോഡ് എത്താറായി. ഇവിടെയാണ് മെയിൻ റോഡ്. 4 ലിറ്ററായി പെട്രോൾ. അത് കഴിഞ്ഞു. അയ്യോ എന്നോടൊന്നും തോന്നില്ല, ഞാൻ അറിയാണ്ട് കൺട്രോൾ പോയി. അല്ലാണ്ട് യോദ്ധാവിന് ഒന്നും ചെയ്യിക്കുന്നൊന്നുമില്ല. അത് അതേപടി ജീവിച്ചു പോയിക്കോട്ടെ. വണ്ടിയുടെ ലൈഫ് കുറഞ്ഞു പൈസ, എനിക്കതാണ് വിഷമം. പക്ഷെ റിപ്പയർ ചെയ്യാൻ കുഴപ്പമില്ല. മാറി നിക്കടാ, നമ്മൾ പൊട്ടിയാതി എന്നിട്ട് മതി നിങ്ങൾക്കാൻ. പതുക്കെ പോണം. എന്നുവെച്ചാൽ ഈ വണ്ടി ഉണ്ടോ, നീളമുള്ള വണ്ടി വെച്ച്. അല്ല, അങ്ങനെ അല്ലല്ലോ ഈ വണ്ടി വളയ്ക്കുന്നേ. അവിടെ എത്തിയപ്പോ ഞാൻ ട്രിക്കൊക്കെ മറന്നുപോയി. ഇങ്ങനെ പറ്റ ഏർത്തെടുക്കണം. അയ്യോ, ഒന്നും പറഞ്ഞാൽ പോസ്റ്റിൻ്റെ ഇടിക്കല്. അല്ലാണ്ട് കൃത്യം ഇതിൻ്റെ സെൻറ്റർ ഈ ഭാഗത്തൂടെ ഇങ്ങനെ പോകണം, എന്നിട്ട് നമ്മൾ വളയ്ക്കണം. അതാണ് എൻ്റെ ട്രിക്ക്. ഏറ്റവും ഈസി ആയിട്ട് വളയ്ക്കാം. ഓക്കെ ഓക്കെ. ഓ, നമ്മുടെ വണ്ടി ക്ലിയർ ആയിട്ട് വളച്ചെടുക്കണം. ഓ, താഴെ പോയി യോദ്ധാവാണീ. എന്നിട്ട് താഴെ പോയാൽ മണി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് സ്പീഡിൽ പോകാം. സ്പീഡിൽ എന്ന് പറഞ്ഞാൽ ഫ്ലാഷിനേക്കാൾ സ്പീഡിൽ പോകാം. അപ്പോഴേക്ക് ഇത്രയും വലിയ വളവും വന്നു. എല്ലാം കഴിഞ്ഞ് അവിടെ തെങ്ങുണ്ടോ അടുത്ത മഴ? കുറച്ച് മുന്നേ അല്ലേ കഴിഞ്ഞ? ഞാൻ മാറാൻ നിൽക്ക്, വണ്ടി തിരിച്ചു കൊട്ടോട്ടെ. എന്നെ ഇരട്ടകൾ വന്നു. അപ്പോൾ ലോറികളെ 2 ഒരേ കളറൊക്കെ, അത് കൊള്ളാം. ആംബുലൻസ്, ഒരു പോലീസ് വല്ലതും ഈ വണ്ടിക്ക് മറ്റേ കളറ് കോഡ് ഇല്ല. ഒരു സെക്കൻഡ് പ്ലീസ്, നമ്മൾ തിരിച്ച് അതേപോലെ നമ്മൾ നിൽക്കുന്നു. വണ്ടിയുടെ പെട്രോൾ ഒന്ന് തീർന്നു, വഴി വെച്ച് അവിടെ നിന്നുപോയി. എന്നാലും നമ്മൾ മറ്റേ വണ്ടിയൊക്കെ വെച്ച് പെട്രോൾ അടിച്ച് കുറേ നേരം എടുത്ത്. പക്ഷെ ഞാൻ ആ വീഡിയോ ഉൾപ്പെടുത്തിയില്ല അതിൻ്റെ. പിന്നെ നമുക്ക് ഇവിടെ ഓഫ് റോഡ് ഉണ്ട്, മറ്റേ നേരത്തെ കയറി ഉണ്ട്.
ഓക്കെ, ഇനി ഇതിലേക്ക് കയറിപ്പോവാം. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യത്തിൽ പിന്നെ ലോറി ഇതിലേക്ക് കൊണ്ടുവന്നായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് കുറച്ചും കൂടെ ദൂരം പോയിട്ടാണ് അത് വേറെ ഒരു സിറ്റിയിൽ നിർത്തി അങ്ങോട്ടൊക്കെ ഇറങ്ങി. പക്ഷെ ഇത് നമ്മൾ വേറെ റൂട്ടാണ്. ഊട്ടിക്ക് പോയാലോ? മസിലക്കുടി വഴി ഊട്ടിക്ക്. അതൊക്കെ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓ പോടാ, അല്ലെങ്കിൽ ഞാൻ ഇടിച്ചെന്ന് പറഞ്ഞു ഇവിടെ വല്ല കുഴപ്പമുണ്ടോ? ഓക്കെ, നമുക്ക് സ്ട്രേറ്റ് പോവാം. സ്ട്രേറ്റ്. വണ്ടിയുടെ അടി തട്ടിയോ? ഒരു സംശയം. ഓക്കെ, ഇനി നമുക്ക് എൻ്റെ പൊന്നെ, ഇവര് ഇച്ചിരി അട തരുവാണെങ്കിൽ നമ്മൾ പോയിക്കോളാം. പക്ഷെ ഇവരട തന്നെ പോലുമില്ല. KSRTC-നേക്കാളും കഷ്ടമാണ് ചേച്ചി. ഇച്ചിരി അട തരുമോ? ഇല്ല. അതാണ് സാധാരണക്കാരി. അവരെ തോൽപ്പിക്കാൻ കൊമ്പം വന്നാൽ പോലും നടക്കൂല ഗൈസ്. പക്ഷേ KSRTC വന്നാൽ നടക്കും. പക്ഷെ കൊമ്പൻ KSRTCയുടെ അടുത്ത് പോയാൽ നടക്കൂല. ആന വണ്ടിയാണ്. ഇതും കൊമ്പനും ആന വണ്ടിയാണ്, പക്ഷെ നടക്കത്തില്ല. അയ്യോ, ഇല്ലെന്ന് തോന്നുന്നു, അറിയില്ല. നമുക്ക് നേരെ പോയേക്കാം. ചാനൽ കാണുന്നവര് ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് മറക്കാണ്ട് ചെയ്യണം. അതാണ് ഇമ്പോർട്ടൻ്റ് കാര്യം ഗൈസ്. എന്നുവെച്ചാൽ നമുക്കത് വേണ്ടപ്പെട്ട സംഭവം. അതുകൊണ്ടാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. നല്ല സന്തോഷമുണ്ട് ഗൈസ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, അങ്ങനത്തെ എല്ലാ വീഡിയോയ്ക്കും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം. അതേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ വേറെ ഒന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. പിന്നെ നമുക്ക് ട്രിപ്പ്, അതാണ് മെയിൻ. ഇനി നമുക്കൊരു മലയുടെ മുകളിൽ ചെല്ലുക. അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങിപ്പോയി പിന്നീട് വേറെ സിറ്റിയാണോ എന്നറിയില്ല. അതോ കഴിഞ്ഞ വർഷം ആ ലോറി കൊണ്ടുപോയ സിറ്റിയാണോ എനിക്കറിയത്തില്ല. അല്ല, ലോറി കൊണ്ടുപോയ ആ സിറ്റി അല്ലല്ലോ. ലോറി നമ്മൾ ഇതിലെ കൂടെ ലെഫ്റ്റ് എടുത്ത് പോയിട്ട് സ്ട്രെയിറ്റ് പോവില്ലായിരുന്നേ. ഇത് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുകയായിരുന്നു, ഈ വഴി പോകുമായിരുന്നു, ആ കാറ് പോയ വഴി. പക്ഷെ നമ്മൾ നേരെ തിരിച്ചാണ് നമ്മൾ ഇല്ല ഈ ഇറക്കം ഇറങ്ങി പോകുന്നത്. സ്പീഡ് കൂട്ടിക്കോ, ജെറ്റ് വരെ പോട്ടെ. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ചാടുമോ വണ്ടി? നോക്കട്ടെ. അതോ ചാടി. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. കൊമ്പൻ ചാടിച്ചൊക്കെ പോകുന്നത് നമ്മൾ. എന്നുവെച്ചാൽ നല്ല സ്പീഡിൽ വന്ന ഈ വണ്ടി, അതുകൊണ്ടാണ് ചാടിയത്. പൊക്ക ദൈവമേ, തോന്നല്ലോ പോസ്റ്റ്. അതിപ്പോൾ ഞാൻ ഇടിച്ചായിരുന്നെങ്കിൽ നല്ല പൈസ മുടക്കുന്ന ഞാൻ. ആ ഓർക്കുമ്പോഴേ എനിക്ക് പേടി തന്നെ. ഡ്രിഫ്റ്റ് ചെയ്തിട്ടാ വണ്ടി. നമ്മുടെ കോപ്പി ദൈവം ആ വണ്ടിയൊക്കെ. ഓക്കെ, ഇത് യോദ്ധാവിൻ്റെ മാത്രം കോപ്പിയുള്ളൂ അതോ അധോലോകത്തിൻ്റെ എല്ലാം ഉണ്ടോ? അധോലോകം ആരാവി എല്ലാത്തിൻ്റെ അറിയത്തില്ല. നമുക്ക് ജയിരു ഗന്ധർവൻ 2.0യുടെ പുതിയൊരു വണ്ടി നമുക്ക് കൊണ്ടുവരാൻ, കളർ കോഡ് ഇല്ലാത്തത്. എന്നുവെച്ചാൽ ഇത് ഗെയിമാണ്, ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം ഒന്നും പറഞ്ഞു. ശരിക്കും അങ്ങനത്തെ വല്ല വണ്ടിയും മേടിച്ച് കളർ അടിച്ച് വെക്കല്. പ്രത്യേകിച്ച് അങ്ങനെ അടിക്കുവാണെങ്കിൽ തന്നെ റോബിനെ പോലെ അടിച്ചാൽ മതി. എന്നുവെച്ചാൽ പുതിയ ബസ്സില്ല, നമ്മുടെ കളർ കോഡില്ലാത്ത ബസ്, പ്രൈവറ്റ് വണ്ടി,
ആ ടൂറ് പോകുന്നില്ല, അത് നമ്മുടെ മറ്റേ KSRTC ഒക്കെ പോലെ പോകത്തേ ഉള്ളൂ. അതേപോലെ വേണമെങ്കിൽ അയക്കോ, അല്ലാണ്ട് കളർ അടിച്ചെന്ന് പറഞ്ഞ ടൂറിസ്റ്റ് ബസ് ആക്കല്ലേ ആരും. സത്യത്തിൽ അങ്ങനെ ചെയ്താൽ തന്നെ പോലീസ് പിടിക്കും, പിഴ തരും. അല്ലെങ്കിൽ വണ്ടി ഏതേലും കർണാടകയോ തമിഴ്നാടോ അങ്ങോട്ട് വല്ലതും മാറ്റും. ശരിക്കും നിങ്ങൾ വലുതാകുമ്പോൾ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ചെറിയ പ്രായത്തിലൊന്നും അത് ചെയ്യണ്ട. ലൈസൻസ് വേണ്ട ഇതൊക്കെ ചെയ്യാൻ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ മാറുക. ഈ ഇത് കൂട്ട് വണ്ടി വിളിച്ചിട്ടാണ് നമ്മൾ മറ്റേ പെട്രോൾ അടിച്ച പൈസ. അവിടുന്ന് 56 ലിറ്റർ ഉണ്ട് ഇനി ബാക്കി. കത്തുന്ന വിലയാണ്, അതാണ് ഞാൻ പകുതിക്ക് അടിച്ച് വെച്ച് ഫുള്ളാക്കിയത്. അമ്മാതിരി വിലയൊക്കെ പെട്രോളിന് കൂട്ടി വെച്ചേക്കില്ല സർക്കാർ, അതുകൊണ്ടാണ്. അതെ, ഇവിടെ എങ്ങോട്ടാണ് നമുക്ക് ഗെയിം ആയതുകൊണ്ട് ഇവിടുത്തെ വണ്ടിയുടെ ഷെഡ് കാണിച്ചു തരാം. ഇതാണ് ഷെഡ്. അയ്യോ, കാടിനകത്തേക്ക് പോകാനല്ല പറഞ്ഞ, ഷെഡിൽ കയറ്റാനോ. കൊമ്പൻ പേര് കണ്ടോ. ഇനി ഏറ്റവും ബാക്കി കൊണ്ടുപോയിടണം വണ്ടി. എന്നുവെച്ചാൽ ബാക്കി വണ്ടികൾക്ക് നിർത്തണ്ട, അതുകൊണ്ട് ഇങ്ങോട്ട് കയറ്റിയിടാം. ഇല്ല, നമ്മുടെ എല്ലാ വണ്ടിയും ട്രിപ്പ് പോയേക്കുമായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ട്രിപ്പ് വെച്ചത്. അവിടെ അടുത്ത മഴ, അതൊന്നും നമുക്ക് നോക്കണ്ട. ഓക്കെ, ഇനി ഞാനൊന്ന് കിട്ടി ഇൻട്രോ എടുക്കാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക, പുതിയതാരെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പം നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ശരി, ബൈ.